Good afternoon. Okay, നമ്മളിപ്പോ കഴിഞ്ഞ ക്ലാസ്സില് CSSD-യിലെ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് വരെയല്ലേ പഠിച്ചു നിർത്തിയത്. മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്, കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്, ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് അല്ലെ? ഇതുവരെയല്ലേ ഫിനിഷ് ചെയ്തത്? ഓക്കെ അല്ലേ? അവിടെ വരെയല്ലായിരുന്നു എടുത്തത്? ഇനി നെക്സ്റ്റ് നമ്മള് നോക്കുന്നത് CSSD ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ പല ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും ഉള്ള കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് CSSD-യില് ക്ലീനിങ്ങിനും സ്റ്റെറിലൈസേഷനൊക്കെ വേണ്ടി വരുന്നു. അവിടെ നമ്മൾ കുറെ സ്റ്റെപ്സ് പഠിച്ചു, ഫങ്ഷണൽ ഏരിയാസ് പഠിച്ചു. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞിട്ട് ടെമ്പററി ആയിട്ട് അവിടെ CSSD-യിൽ തന്നെ അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു എന്ന് പറഞ്ഞു അല്ലെ. പിന്നെ FIFO പ്രിൻസിപ്പിൾ ആണ് അവിടെ ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അതനുസരിച്ച് ഇനി നമ്മളത് യൂസർ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന പല രീതിയിലാണ് CSSD ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാന്ന് വെച്ചാൽ അത് വിതരണം ചെയ്യുക. അപ്പൊ സ്റ്റെറിലൈസ് ചെയ്ത ഐറ്റംസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പല രീതികള് CSSD ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഏതൊക്കെയാന്ന് നോക്കി. അതിനകത്ത് 4 ടൈപ്പ് ആയിട്ട് പറഞ്ഞേക്കുന്നത്. ക്ലീൻ ഫോർ ഡർട്ടി എക്സ്ചേഞ്ച്, രണ്ടാമത്തെ റിക്വസിഷൻ സിസ്റ്റം, തേർഡ് വൺ ഗ്രോസറി സിസ്റ്റം, ഫോർത്ത് വൺ ക്വാട്ട സിസ്റ്റം. 4 പേര് നോക്കുക. CSSD ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഏതൊക്കെയാണ്? ക്ലീൻ ഫോർ ഡർട്ടി എക്സ്ചേഞ്ച്, റിക്വസിഷൻ സിസ്റ്റം, ഗ്രോസറി സിസ്റ്റം, ക്വാട്ട സിസ്റ്റം. അപ്പൊ ഈ ഒരു ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ എങ്ങനെയാന്ന് വെച്ചാൽ ഇതൊരു സ്റ്റേറ്റ്മെന്റ് പോലെ തരും ഇത്. എന്നിട്ട് അത് ഏത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലാണ് വരുന്നത് എന്നുള്ള രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കാറ് സാധാരണ. പിന്നെ അത് ചോദിക്കുന്ന വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, ഏത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണ് ഡസ് ദിസ് സ്റ്റേറ്റ്മെന്റ് ബിലോങ് ടു? ഈ സ്റ്റേറ്റ്മെന്റ് തന്നേക്കുന്നത് ഏത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലാണ് എന്നായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോന്നും നോക്കാം. ഫസ്റ്റ് നോക്കിയേ, ക്ലീൻ ഫോർ ഡർട്ടി എക്സ്ചേഞ്ച്. അത് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ a sterilized article is provided at the CSSD issue counter in exchange for. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് പറഞ്ഞതാണോ? ഫസ്റ്റ് സെക്കൻഡ് പോയിന്റ് പറഞ്ഞായിരുന്നോ? ഓക്കെ ആണോ? ഓക്കെ, ജസ്റ്റ് ഒന്നുകൂടി നോക്കാം നമുക്ക്. A sterilized article is provided at the CSSD issue counter in exchange for a used one at any time. എന്താ പറഞ്ഞത്? നമ്മുടെ ഫസ്റ്റ് പോയിന്റില് ഏത് ടൈം എക്സ്ചേഞ്ചിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്റ്റെറിലൈസ്ഡ് ആർട്ടിക്കിൾസ് CSSD ഇഷ്യൂ കൗണ്ടറിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഏത് ടൈം എക്സ്ചേഞ്ചിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്റ്റെറിലൈസ്ഡ് ആർട്ടിക്കിൾസ് CSSD ഇഷ്യൂ കൗണ്ടറിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏത് ടൈം എക്സ്ചേഞ്ചിലും ഉപയോഗിക്കാൻ പറ്റുന്ന അത് സ്റ്റെറിലൈസ് ചെയ്ത ആർട്ടിക്കിൾസ് CSSD-യിൽ ഓൾറെഡി അവിടെ അവൈലബിൾ ആയിരിക്കും, അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ റിക്വസിഷൻ സിസ്റ്റം ആണ്. അവിടെ നമ്മൾ പറഞ്ഞത് ഏതാണ്? ഡിമാൻഡ് അനുസരിച്ച്, യൂസറിന്റെ ഡിമാൻഡ് അനുസരിച്ചാണ് അവിടെ ആർട്ടിക്കിൾസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ആർട്ടിക്കിൾസ് നീഡഡ് ആർ ഡിമാൻഡ് ബൈ യൂസേഴ്സ് ഓൺ എ ഡെയിലി ഓർ റെഗുലർ ബേസിസ് ആൻഡ് ഗ്യാതേർഡ് ബൈ ദം അറ്റ് എ CSSD കൗണ്ടർ. യൂസറിന്റെ ഡിമാൻഡ് അനുസരിച്ചിട്ട് ആവശ്യമായിട്ടുള്ള ആർട്ടിക്കിൾസ് ഡെയിലി ആയിട്ട് ആവശ്യപ്പെടുകയും അത് അവര് CSSD കൗണ്ടറിൽ ഗ്യാദർ ചെയ്യുക, ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി തേർഡ് നോക്കാം, ഗ്രോസറി സിസ്റ്റം. തേർഡ് വൺ ഏതാണ്? ഗ്രോസറി സിസ്റ്റം. ഗ്രോസറി സിസ്റ്റം നോക്കി, ഈച്ച് യൂസേഴ്സ് ഡിമാൻഡ് ഫോർ ദ സ്പെസിഫിക് പീരീഡ് ആർ ഡെലിവേർഡ് അറ്റ് സ്യൂട്ടബിൾ ഇന്റർവെൽസ് റിഗാർഡ്ലെസ് ഓഫ് വെദർ ദ കണ്ടന്റ് ഹാസ് ബീൻ യൂസ്ഡ് ഓർ നോട്ട്. ഇവിടെ എങ്ങനെയാന്നൊക്കെ, വെദർ ദ കണ്ടന്റ് ഹാസ് ബീൻ യൂസ്ഡ് ഓർ നോട്ട്, ആ കണ്ടന്റ് അവരവിടെ യൂസർ ഡിപ്പാർട്ട്മെന്റ് ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് പരിഗണിക്കാതെ തന്നെ. ഇങ്ങനെയാണ്
വെദർ ദ കണ്ടന്റ് ഹാവ് ബീൻ യൂസ്ഡ് ഓർ നോട്ട്, കണ്ടന്റ് അവര് ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് പരിഗണിക്കാതെ തന്നെ ഓരോ യൂസറിനും ആവശ്യമായിട്ടുള്ള ആർട്ടിക്കിൾസുകളൊക്കെ ഒരു നിശ്ചിത കാലയളവില് ഡിമാൻഡ് അനുസരിച്ചിട്ട് തന്നെ അനുയോജ്യമായിട്ടുള്ള ഇന്റർവെൽസിൽ അത് പ്രൊവൈഡ് ചെയ്യുന്നു, ഡെലിവറി ചെയ്യുന്നു, വിതരണം ചെയ്യുന്നു. അപ്പൊ റിക്വസിഷൻ സിസ്റ്റത്തിൽ നിന്ന് എന്താണ് ഒരു വ്യത്യാസം വരുന്നത്? വെദർ ദ കണ്ടന്റ് ഹാവ് ബീൻ യൂസ്ഡ് ഓർ നോട്ട്, ആ കണ്ടന്റ് ആർട്ടിക്കിൾസ് അവരവിടെ ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് പരിഗണിക്കാതെ തന്നെ ഓരോ യൂസറിനും ഒരു അവിടെ ടൈം പറയുന്നത് സ്പെസിഫിക് പീരീഡ്, ഒരു പ്രത്യേക പീരീഡില് ഒരു സ്യൂട്ടബിൾ ഇന്റർവെൽസില് ഒരു നിശ്ചിത കാലയളവിലുള്ള ഡിമാൻഡ് അനുയോജ്യമായിട്ടുള്ള ഇടവേളകളില് ഡെലിവേർഡ് അറ്റ് സ്യൂട്ടബിൾ ഇന്റർവെൽസ്, അനുയോജ്യമായിട്ടുള്ള ഇടവേളകളില് വിതരണം ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി ക്വാട്ട സിസ്റ്റം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? പ്രീ അറേഞ്ച്ഡ് സ്റ്റോക്ക് ലെവൽ. ഇതെങ്ങനെയാ? മുൻകൂട്ടി ക്രമീകരിച്ചേക്കുന്നതാണ്, മുൻകൂട്ടി നിശ്ചയിച്ചതാണ്, പ്രീ അറേഞ്ച്ഡ് ആണ്. പ്രീ അറേഞ്ച്ഡ് സ്റ്റോക്ക് ലെവൽസ് ഓഫ് ഡിഫറെന്റ് ഐറ്റംസ് ഫോർ ഈച്ച് യൂസർ യൂണിറ്റ് ആർ ഏതാണ്? ഗ്രോസറി സിസ്റ്റം ആണ് പറയണ്ടേ. ഗ്രോസറി സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? നമ്മൾ അവിടെ ആർട്ടിക്കിൾസ് ആ യൂസർ ഡിപ്പാർട്ട്മെന്റ് ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് പരിഗണിക്കാതെ ഒരു പോയിന്റ് ശ്രദ്ധിച്ചാൽ മതി. വെദർ ദ കണ്ടന്റ് ഹാവ് ബീൻ യൂസ്ഡ് ഓർ നോട്ട്, ആ കണ്ടന്റ് യൂസ് ചെയ്തിട്ടുണ്ടോ ഉപയോഗിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ടില്ലയോ എന്ന് പരിഗണിക്കാതെ തന്നെ ഓരോ യൂസറിനും ആവശ്യമായിട്ടുള്ള അവരുടെ ഡിമാൻഡ് അനുസരിച്ച് ഒരു നിശ്ചിത കാലയളവില് അനുയോജ്യമായിട്ടുള്ള ഇന്റർവെൽസില് സ്യൂട്ടബിൾ ഇന്റർവെൽസില് വിതരണം ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്തത് മൂന്നാമത്തെ ക്വാട്ട സിസ്റ്റം എന്ന് പറയുന്നത് എങ്ങനെയാ? പ്രീ അറേഞ്ച്ഡ് സ്റ്റോക്ക് ലെവൽ ഓഫ് ഡിഫറെന്റ് ഐറ്റംസ് for each user unit are maintained by delivery personnel from CSSD through the frequent deliveries. ഇവിടെ എങ്ങനെയാന്ന് നോക്കിയേ, ഇവിടെ ഓരോ യൂണിറ്റിനും വ്യത്യസ്ത ഇനങ്ങളുടെ പ്രീ അറേഞ്ച്ഡ് സ്റ്റോക്ക് ലെവൽ, മുൻകൂട്ടി ക്രമീകരിച്ചിട്ടുള്ള സ്റ്റോക്ക് ലെവല് CSSD-യിൽ നിന്നുള്ള പേഴ്സണൽസ് ആണ് ഡെലിവറി ചെയ്യുന്നത്. നോക്കാം, CSSD-യിലുള്ള ഉദ്യോഗസ്ഥര് ഡെലിവറി ഉദ്യോഗസ്ഥര് അവരുടെ പതിവ് ഡെലിവറികൾ വഴി മെയിൻറ്റെയിൻ ചെയ്യുന്നു. ത്രൂ ഫ്രീക്വന്റ് ഡെലിവറീസ്, പതിവ് ഡെലിവറികൾ വഴി മെയിൻറ്റെയിൻ ചെയ്യുന്നു. എന്നോട് പറയാം, ഓരോ യൂണിറ്റിനും വ്യത്യസ്ത ഇനങ്ങളുടെ ഡിഫറെന്റ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഓരോ യൂണിറ്റിനും വ്യത്യസ്ത ഇനങ്ങളുടെ മുൻകൂട്ടി ക്രമീകരിച്ച സ്റ്റോക്ക് ലെവലുകള്, പ്രീ അറേഞ്ച്ഡ് സ്റ്റോക്ക് ലെവൽ, മുൻകൂട്ടി ക്രമീകരിച്ച സ്റ്റോക്ക് ലെവലുകള് CSSD-യിൽ നിന്നുള്ള ഡെലിവറി പേഴ്സണൽ, ഡെലിവറി ഉദ്യോഗസ്ഥർ, CSSD-യിൽ നിന്നുള്ള ഡെലിവറി ഉദ്യോഗസ്ഥര് പതിവ് ഡെലിവറികൾ വഴി മെയിൻറ്റെയിൻ ചെയ്യുന്നു. ത്രൂ ഫ്രീക്വന്റ് ഡെലിവറീസ്, അവരുടെ പതിവ് ഡെലിവറികൾ വഴി CSSD-യിൽ നിന്നുള്ള പേഴ്സണൽസ് ഉദ്യോഗസ്ഥർ തന്നെ ഇവര് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അപ്പൊ ഇത്രയും നിങ്ങൾ നോക്കിയാൽ മതി. ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് മനസ്സിലാക്കുക. ആ സ്റ്റേറ്റ്മെന്റ് ഏത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലാണ് വരുന്നത്? അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ. ഓക്കെ, പ്രീ അറേഞ്ച്ഡ് സ്റ്റോക്ക് ലെവൽ ഓഫ് ഡിഫറെന്റ് ഐറ്റംസ് ഫോർ ഈച്ച് യൂസർ യൂണിറ്റ് ആർ മെയിൻറ്റെയിൻ. ആരെ മെയിൻറ്റെയിൻ ചെയ്യുന്ന? CSSD-യിൽ നിന്നുള്ള ഡെലിവറി പേഴ്സണൽ ത്രൂ ഫ്രീക്വന്റ് ഡെലിവറീസ്, അവരുടെ പതിവ് ഡെലിവറികൾ വഴി മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു. ഇനി നെക്സ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് മോണിറ്ററിംഗ്. അഡ്മിനിസ്ട്രേറ്റീവ് മോണിറ്ററിംഗ് എന്ന് വെച്ചാൽ എന്താ? ഭരണപരമായിട്ടുള്ള നിരീക്ഷണങ്ങള്, അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് നിന്നുള്ള നിരീക്ഷണങ്ങള്. ഓക്കെ, അഡ്മിനിസ്ട്രേറ്റീവ് മോണിറ്ററിംഗ്. വർക്ക് പ്രാക്ടീസ് മസ്റ്റ് ബി ഓവർസീൻ. വർക്ക് പ്രാക്ടീസ്, തൊഴിൽ പരിശീലനം, അതിന് മേൽനോട്ടം വഹിക്കണം. ഫുൾ സ്റ്റോപ്പ് ആണ് കേട്ടോ. വർക്ക് പ്രാക്ടീസ് മസ്റ്റ് ബി ഓവർസീൻ.
തൊഴിൽ പരിശീലനത്തിനുള്ള മേൽനോട്ടം വഹിക്കണം. Written policy procedure must be strictly followed by all personnel responsible. അവിടെ അപ്പൊ CSSB-യിലുള്ള പോളിസികൾ, നയങ്ങളൊക്കെ ഉണ്ടല്ലോ, റിട്ടേൺ പോളിസി പ്രൊസീജിയേഴ്സ്, അവര് പാലിക്കേണ്ടതായിട്ടുള്ള നയങ്ങളും കാര്യങ്ങളും ഒക്കെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. ആരാ? ബൈ ഓൾ പേഴ്സണൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള, അതിന് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥര്, അതിന് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥര്, റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സണൽസ്, ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥര് റിട്ടേൺ പോളിസി പ്രൊസീജിയർ ഒക്കെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. Written policy procedure must be strictly followed by all personnel responsible. ഇപ്പൊ CSSD-യില് അതിന് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥര് റിട്ടേൺ പോളിസി പ്രൊസീജിയർ ഒക്കെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. ആ പ്രൊസീജിയർ അത് കറക്റ്റ് ആയിട്ട് ചെയ്യണം. ആൻഡ് അക്കൗണ്ടബിൾ ഫോർ, അതുകൂടാതെ എന്താ പറയുന്നത്? ആൻഡ് അക്കൗണ്ടബിൾ ഫോർ, അക്കൗണ്ടബിൾ എന്ന് വെച്ചാൽ ഉത്തരവാദിത്തം. And accountable for sterilizing and disinfecting items. Sterilizing, disinfection ഐറ്റത്തിന് ഉത്തരവാദിത്തം വേണം. ആർക്കടെയാ? അതിന് ബന്ധപ്പെട്ട ആളുകള്, അതിന് ചുമതലയുള്ള ആളുകള് എന്ത് ചെയ്യണം? സ്റ്റെറിലൈസ് ചെയ്ത ഐറ്റത്തിനും അതായത് ഡിസിൻഫെക്ഷൻ, അണുനശീകരണം നടത്തിയിട്ടുള്ള ഐറ്റത്തിനൊക്കെ ഉത്തരവാദിത്വം ഉള്ളത് ആളായിരിക്കണം. അപ്പൊ സ്റ്റെറിലൈസേഷനിൽ എന്തെങ്കിലും ഫോൾട്ട് പറ്റിക്കഴിഞ്ഞാൽ അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഉദ്യോഗസ്ഥരായിരിക്കണം അതിന്റെ ഒരു സൊല്യൂഷൻ കണ്ടെത്തേണ്ടത്. അപ്പൊ നമ്മൾ എന്താ? ഡിസിൻഫെക്ഷൻ, സ്റ്റെറിലൈസിങ് ഐറ്റത്തിന് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം. ആൻഡ് ഫോർ ഹാൻഡിലിംഗ് സ്റ്റെറിലൈസ് സപ്ലൈസ്, അതുകൂടാതെ സ്റ്റെറിലൈസ് സ്റ്റെറൈൽ സപ്ലൈകളൊക്കെ ഹാൻഡിൽ ചെയ്യണം. അപ്പൊ ഇതെല്ലാം അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള, അതിന് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ തന്നെയല്ലേ ചെയ്യുന്നത്? അവര് കറക്റ്റ് ആയിട്ടല്ലേ ചെയ്യുന്നത് എന്നൊക്കെ ആര് മോണിറ്റർ ചെയ്യണം? അഡ്മിനിസ്ട്രേഷൻ മോണിറ്റർ ചെയ്യണം. ഓക്കെ. When the written policy procedure must be strictly followed by all personnel responsible and accountable for sterilizing and disinfection item and for handling sterile supplies. Sterile സപ്ലൈകളൊക്കെ ഹാൻഡിൽ ചെയ്യണം. സുമിക്ക് ക്ലിയർ ആയില്ലല്ലോ? ഇങ്ങോട്ട് നോക്കിയേ. അപ്പൊ CSSD-യിൽ അവരവിടെ ഫോളോ ചെയ്യുന്ന പോളിസികൾ ഉണ്ടല്ലോ, പോളിസി പ്രൊസീജിയർ, അതിൻ്റെതായ ഓരോ നടപടിക്രമങ്ങള്. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ CSSD-യിൽ തന്നെ ഇപ്പൊ ഫങ്ഷണൽ ഏരിയ, 6 ഫങ്ഷണൽ ഏരിയ ഉണ്ട്. അപ്പൊ ഓരോന്നും കഴിഞ്ഞിട്ട് അതിൻ്റെതായ ഒരു പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഇല്ലേ? അത് ഓർഡർ കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്യണം. എങ്കിൽ മാത്രമാണ് സ്റ്റെറിലിറ്റി ആവുള്ളൂ, നമ്മൾ സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. അതിൻ്റെതായ പോളിസികളും പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്. അതിന്റെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള, അതിന് ഉത്തരവാദിത്തം പെട്ട ആ ഉദ്യോഗസ്ഥര് എന്ത് ചെയ്യണം? സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. മനസ്സിലായോ? അപ്പൊ റിട്ടേൺ പോളിസി പ്രൊസീജിയർ ഒക്കെ അതിന് CSSD-യിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ ആരാണോ അവര് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. അതേപോലെ തന്നെ ചെയ്യണം. അതുകൂടാതെ സ്റ്റെറിലൈസ് ചെയ്യുന്നതും ഡിസിൻഫെക്ഷൻ ചെയ്തിട്ടുള്ള ഉപകരണങ്ങൾക്കൊക്കെ ഒരു ഉത്തരവാദിത്തമുള്ള ആളായിരിക്കും. അപ്പൊ അതിനൊക്കെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമുക്ക് അവരോട് കംപ്ലൈന്റ് പറയാം, അല്ലെ? അപ്പൊ എന്താ? ആൻഡ് അക്കൗണ്ടബിൾ ഫോർ സ്റ്റെറിലൈസിങ് ആൻഡ് ഡിസിൻഫെക്ഷൻ ഐറ്റം. സ്റ്റെറിലൈസിങ്, ഡിസിൻഫെക്ഷൻ ഐറ്റത്തിനൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ആളായിരിക്കും. ആൻഡ് അതുകൂടാതെ എന്ത് ചെയ്യണം? സ്റ്റെറൈൽ സപ്ലൈകൾ കൈകാര്യം ചെയ്യണം. കറക്റ്റ് സമയത്ത് സപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാത്തിനും ഒന്ന് എന്ത് ചെയ്യുക? ഹാൻഡിൽ ചെയ്യണം. ആൻഡ് ഫോർ ഹാൻഡ്ലിംഗ് സ്റ്റെറൈൽ സപ്ലൈസ്. ഇപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് അവിടുത്തെ അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഉദ്യോഗസ്ഥര് ചെയ്യുന്നില്ല എന്നുള്ളത് കാര്യം മോണിറ്റർ ചെയ്യേണ്ടത് ആരാ? അഡ്മിനിസ്ട്രേഷൻ ആണ്. നിരീക്ഷിക്കേണ്ടത് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തു നിന്നാണ്. If sterility cannot be attained or maintained,
അപ്പൊ സ്റ്റെറിലിറ്റി ഇത് കറക്റ്റ് ആയിട്ടില്ലെങ്കിലോ അപ്പൊ അതിന്റെ ഉത്തരവാദിത്വം ആർക്കാ? അതിന്റെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഉദ്യോഗസ്ഥർക്കാണ്. നമ്മൾ പറഞ്ഞല്ലോ അതിന്റെ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കും. സ്റ്റെറിലൈസിങ് ഡിസ്ഇൻഫെക്ഷൻ ഐറ്റത്തിനൊക്കെ ഉത്തരവാദിത്വം ഉള്ളത് അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഉദ്യോഗസ്ഥരായിരിക്കും. അപ്പൊ ഇനി സ്റ്റെറിലിറ്റി കറക്റ്റ് ആയിട്ട് പറ്റിയില്ലെങ്കിലോ, ഇഫ് സ്റ്റെറിലിറ്റി കനോട്ട് ബി അറ്റൈൻഡ് ഓർ മെയിൻറ്റെയിൻ, ഇനി ആ സ്റ്റെറിലൈസേഷൻ കറക്റ്റ് ആയില്ലെങ്കിലോ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിലോ, ദ സിസ്റ്റം ഹാസ് ഫോയിൽഡ്. ഫോയിൽഡ് എന്ന് പറഞ്ഞാൽ പരാജയപ്പെടുക, അത് സിസ്റ്റം പരാജയപ്പെട്ടു പോകും. ദ സിസ്റ്റം ഹാസ് ഫോയിൽഡ് ഇഫ് സ്റ്റെറിലിറ്റി cannot be attained or maintained, the system has foiled. ഓക്കെ, ഇനി അടുത്തത് അതിനകത്ത് അഡ്മിനിസ്ട്രേറ്റീവ് മോണിറ്ററിംഗിന്റെ കീഴിൽ തന്നെ വരുന്ന കുറച്ച് പോയിന്റ്സുകളാണ്. പോയിന്റുകൾ നോക്കാം നമുക്ക്. ഡീകണ്ടാമിനേറ്റിംഗ്, ടെർമിനലി സ്റ്റെറിലൈസിംഗ് ആൻഡ് ക്ലീനിങ് ഓൾ റീയൂസബിൾ ഐറ്റം ഓഫ് ദ ഡിസ്പോസിബിൾ ഐറ്റം. അപ്പോൾ ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഐറ്റംസ്, അതിൽ നിന്ന് ഇനി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന റീയൂസബിൾ ആയിട്ടുള്ള, റീയൂസബിൾ എന്ന് പറഞ്ഞാൽ എന്താ, പുനരുപയോഗിക്കാൻ പറ്റാവുന്ന ഐറ്റംസ്, റീയൂസബിൾ ആയിട്ടുള്ള ഐറ്റംസ് എന്ത് ചെയ്യണം? സ്റ്റെറിലൈസ് ചെയ്യണം. ഡീകണ്ടാമിനേറ്റിംഗ്, ടെർമിനലി സ്റ്റെറിലൈസിംഗ് ആൻഡ് ക്ലീനിങ്. ക്ലീനിങ് ചെയ്യുക, സ്റ്റെറിലൈസ് ചെയ്യുക, ഡീകണ്ടാമിനേറ്റ് ചെയ്തെടുക്കുക. ഓക്കെ, ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഐറ്റത്തിൽ നിന്ന് റീയൂസബിൾ ആയിട്ടുള്ള ഐറ്റംസ് ക്ലീനിങ് ചെയ്യുക, സ്റ്റെറിലൈസിംഗ്, ഡീകണ്ടാമിനേഷൻ ഒക്കെ ചെയ്യുക. നെക്സ്റ്റ് പാക്കേജിംഗ് ആൻഡ് ലേബലിംഗ് ഓഫ് ഐറ്റംസ്. ഐറ്റംസ്, ഈ മെറ്റീരിയൽസുകളൊക്കെ പാക്ക് ചെയ്യുക, പാക്കേജിംഗ് ആൻഡ് ലേബലിംഗ്. ഇതൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് മോണിറ്ററിംഗിന്റെ കീഴിൽ വരുന്ന ചെറിയ ചെറിയ പോയിന്റ്സുകളാണ് കേട്ടോ. പാക്കിംഗ് ആൻഡ് ലേബലിംഗ് ഓഫ് ഐറ്റംസ്, പാക്ക് ചെയ്യുക, ലേബൽ ചെയ്യുക. ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ദ സ്റ്റെറിലൈസർ. സ്റ്റെറിലൈസർ ലോഡ് ചെയ്യുക, അതുപോലെ തന്നെ അവിടെ നിന്ന് അൺലോഡ് ചെയ്യുക, ഇറക്കവും കയറ്റവും ഒക്കെ ചെയ്യുക, കൊണ്ടുവരിക. സ്റ്റെറിലൈസേഷൻ ഹോസ്പിറ്റലിലേക്കാണെങ്കിലും സ്റ്റെറിലൈസർ എന്ത് ചെയ്യുക? ലോഡ് ചെയ്യുക, കൊണ്ടുവരിക, അതിന് അതോടെ നിന്ന് അൺലോഡ് ചെയ്യുകയും ചെയ്യുക. സ്റ്റെറിലൈസർ ലോഡിങ്ങും അൺലോഡിങ്ങും ചെയ്യുക. പിന്നെ ഓപ്പറേറ്റിംഗ് ദ സ്റ്റെറിലൈസർ. സ്റ്റെറിലൈസർ ഓപ്പറേറ്റ് ചെയ്യുക, പ്രവർത്തിപ്പിക്കുക. ഓപ്പറേറ്റിംഗ് ദ സ്റ്റെറിലൈസർ. സ്റ്റെറിലൈസർ ഓപ്പറേറ്റിംഗ് ചെയ്യുന്നു, പ്രവർത്തിപ്പിക്കുന്നു. ഡിസ്പ്ലേയിങ് ആൻഡ് കീപ് ദ റെക്കോർഡ് ഓഫ് ഈച്ച് സൈക്കിൾ. സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഏതാ? സ്റ്റെറിലൈസേഷൻ സൈക്കിള്. ഡിസ്പ്ലേയിങ്, ഡിസ്പ്ലേ ചെയ്യാന്ന് വെച്ചാൽ പ്രദർശിപ്പിക്കുക. ഡിസ്പ്ലേയിങ്, പ്രദർശിപ്പിക്കുന്നു. ആൻഡ് കീപ്പിംഗ് റെക്കോർഡ്സ് ഓഫ് ഈച്ച് സൈക്കിൾ. ഓരോ സ്റ്റെറിലൈസേഷൻ സൈക്കിളിന്റെയും റെക്കോർഡ്സുകൾ കീപ്പ് ചെയ്യുക, അത് പ്രദർശിപ്പിക്കുകയും ചെയ്യുക. നമ്മൾ ടൈം, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി ഒക്കെ പറഞ്ഞില്ലേ, അപ്പൊ അതിന്റെ ആ സൈക്കിള്, സ്റ്റെറിലൈസേഷൻ സൈക്കിള് ആ റെക്കോർഡ്, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന റെക്കോർഡുകൾ കീപ്പ് ചെയ്യുകയും ഡിസ്പ്ലേ ചെയ്യുകയും പ്രദർശിപ്പിക്കുകയും ചെയ്യുക. നെക്സ്റ്റ്, അഡ്ഹിയറിംഗ് ടു സേഫ്റ്റി മെഷേഴ്സ് ആൻഡ് പ്രിവെന്റീവ് മെയിൻ്റെനൻസ് പ്രോട്ടോകോൾ. അഡ്ഹിയറിംഗ് എന്ന് പറഞ്ഞാൽ പരിപാലിക്കുക, മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള മീനിങ് തന്നെ. അഡ്ഹിയറിംഗ്, പരിപാലിക്കുക. അഡ്ഹിയറിംഗ് ടു സേഫ്റ്റി മെഷേഴ്സ് ആൻഡ് പ്രിവെന്റീവ് മെയിൻ്റെനൻസ് പ്രോട്ടോകോൾ. സേഫ്റ്റി മെഷേഴ്സും അതോ പ്രിവെന്റീവ് മെയിൻ്റെനൻസ് പ്രോട്ടോകോളും ഒക്കെ എന്ത് ചെയ്യുക? പ്രദർശിപ്പിക്കുക. പ്രിവെന്റീവ് മെയിൻ്റെനൻസ് പ്രോട്ടോകോളുകളും പിന്നെ അതുപോലെ സേഫ്റ്റി മെഷേഴ്സും ഒക്കെ പ്രദർശിപ്പിക്കുക. അടുത്തത് സ്റ്റോറിംഗ് ഓഫ് സ്റ്റെറൈൽ ഐറ്റംസ്. സ്റ്റെറൈൽ ഐറ്റംസുകൾ സ്റ്റോർ ചെയ്യുക. സ്റ്റോറിംഗ്, STORING, സ്റ്റോറിംഗ് ഓഫ് സ്റ്റെറൈൽ ഐറ്റംസ്. സ്റ്റെറൈൽ ഐറ്റംസ് സ്റ്റോർ ചെയ്യുക. അടുത്ത് ഹാൻഡിലിംഗ് സ്റ്റെറൈൽ ഐറ്റംസ്. അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, നിങ്ങളുടെ പ്രിന്റ് നോട്ടിൽ നിങ്ങൾ തിരുത്താം. സ്റ്റെറൈൽ ഐറ്റംസ് നോക്കാം, ITEMS, ഐറ്റംസ് നോക്കാം കേട്ടോ. ഹാൻഡിലിംഗ് സ്റ്റെറൈൽ ഐറ്റംസ് റെഡി ഫോർ യൂസ്. ഉപയോഗത്തിന് തയ്യാറാക്കിയ ആ സ്റ്റെറൈൽ ഐറ്റംസ് ഹാൻഡിൽ ചെയ്യുക. അതായത് സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞിട്ടുള്ള ഐറ്റംസുകൾ, സ്റ്റെറൈൽ ഐറ്റംസ് ഹാൻഡിൽ ചെയ്യുക. ഹാൻഡിലിംഗ് സ്റ്റെറൈൽ ഐറ്റംസ് റെഡി ഫോർ യൂസ്. ഉപയോഗത്തിന് തയ്യാറായിട്ടുള്ള സ്റ്റെറൈൽ ഐറ്റംസുകൾ ഹാൻഡിൽ ചെയ്യുക. നെക്സ്റ്റ്, ലാസ്റ്റ് പോയിന്റ്, മേക്കിംഗ് സ്റ്റെറൈൽ ട്രാൻസ്ഫർ
ടു എ സ്റ്റെറൈൽ ഫീൽഡ്. സ്റ്റെറൈൽ ഫീൽഡിലേക്ക് സ്റ്റെറൈൽ ട്രാൻസ്ഫർ നടത്തുക. മേക്കിംഗ് സ്റ്റെറൈൽ ട്രാൻസ്ഫർ ടു എ സ്റ്റെറൈൽ ഫീൽഡ്. ഇത്രയും അഡ്മിനിസ്ട്രേറ്റീവ് മോണിറ്ററിംഗിൽ വരുന്നതാണ്. അപ്പൊ ഇതിനകത്ത് ക്വസ്റ്റ്യൻ ഇങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കംസ് അണ്ടർ അഡ്മിനിസ്ട്രേറ്റീവ് മോണിറ്ററിംഗ് റിലേറ്റഡ് ടു CSSD. ഓക്കെ, CSSD ആയിട്ട് ബന്ധപ്പെട്ട് അഡ്മിനിസ്ട്രേറ്റീവ് മോണിറ്ററിംഗിന്റെ കീഴിൽ വരുന്ന കാര്യങ്ങൾ ഏതെല്ലാം. അപ്പൊ പോയിന്റ്സുകൾ ഒന്ന് നോക്കി വെക്കുക കേട്ടോ. Decontaminating, terminally sterilizing and cleaning all reusable items of disposable item, packing and labeling of item, loading and unloading of the sterilizer, operating the sterilizer, displaying and keeping records of each cycle, adhering to safety measures and preventive maintenance protocol, storing of sterile items, handling sterile items ready for use, making sterile transfer to a sterile field. Okay, പോയിന്റ്സുകൾ ഒന്ന് നോക്കാം. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നെക്സ്റ്റ്, ജോബ് റെസ്പോൺസിബിലിറ്റി. രണ്ട് പ്രാവശ്യത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ സെയിം ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചേക്കുന്നതാണ്. ജോബ് റെസ്പോൺസിബിലിറ്റി ഓഫ് CSSD മാനേജർ. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻ. ജോബ് റെസ്പോൺസിബിലിറ്റി ഓഫ് എ CSSD മാനേജർ. CSSD മാനേജറിന്റെ ഓർ ഇൻചാർജ് മാനേജറിന്റെ ഏതാണ് ജോബ് റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്, അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ചെറിയ ചെറിയ പോയിന്റ്സ് ആയിട്ട് തന്നേക്കുന്നത് സിമ്പിൾ പോയിന്റ്സ് ആണ്. ഫസ്റ്റ് നോക്കി, ഓവറോൾ സൂപ്പർവിഷൻ ഓഫ് ദ CSSD-യുടെ മൊത്തത്തിലുള്ള സൂപ്പർവിഷൻ നടത്തുക. അപ്പൊ അവിടെ എല്ലാ കാര്യങ്ങളും അതിന് വേണ്ട മേൽനോട്ടം വഹിക്കുക. ഓവറോൾ സൂപ്പർവിഷൻ ഓഫ് CSSD-യുടെ മൊത്തത്തിലുള്ള സൂപ്പർവിഷൻ നടത്തുക, മേൽനോട്ടം ഒക്കെ ചെയ്യുക. രണ്ടാമത്തെ പോയിന്റ്, ഡിസ്പ്ലേയിങ് ദ സ്റ്റെറിലൈസേഷൻ പ്രോസസ്. ഡിസ്പ്ലേ ചെയ്യുക എന്ന് വെച്ചാൽ എന്താ, പ്രദർശിപ്പിക്കുക. ഡിസ്പ്ലേയിങ് ദ സ്റ്റെറിലൈസേഷൻ പ്രോസസ് ഡിസ്പ്ലേ ചെയ്യുക, പ്രദർശിപ്പിക്കുക. നെക്സ്റ്റ്, സൂപ്പർവൈസിങ്, ഗൈഡിങ് ആൻഡ് ട്രെയിനിങ് സ്റ്റാഫുകളെ സൂപ്പർവൈസ് ചെയ്യുക, അവർക്ക് വേണ്ട ഗൈഡിങ് കൊടുക്കുക, ട്രെയിനിങ് കൊടുക്കുക. സൂപ്പർവൈസിങ്, ഗൈഡിങ് ആൻഡ് ട്രെയിനിങ് സ്റ്റാഫുകൾക്ക് വേണ്ട സൂപ്പർവിഷൻ മേൽനോട്ടം കൊടുക്കുക, അവരെ ഗൈഡ് ചെയ്യുക, അതുപോലെ തന്നെ അവർക്ക് വേണ്ട ട്രെയിനിങ്ങുകൾ കൊടുക്കുക. നെക്സ്റ്റ്, ഫോർത്ത് പോയിന്റ്, ഡയറക്റ്റിംഗ് ദ ഡ്യൂട്ടി റോസ്റ്റർ ആൻഡ് റെക്കോർഡ്സ്. ഡ്യൂട്ടി റോസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി സമയ പട്ടിക. ഡ്യൂട്ടി റോസ്റ്റർ, ജോലി സമയ പട്ടിക ആൻഡ് റെക്കോർഡ്സ്. അപ്പോ റെക്കോർഡുകളും ജോലി സമയ പട്ടികകളും ഒക്കെ ഡയറക്റ്റ് ചെയ്യുക. അപ്പൊ അവരുടെ ഷിഫ്റ്റിംഗ് ഒക്കെ ആണെങ്കിലും എത്ര മണിക്കൂർ കൂടുമ്പോൾ ഷിഫ്റ്റ് ചെയ്യണം, എങ്ങനെ ആ ഷിഫ്റ്റിങ്ങിന്റെ കാര്യങ്ങള്, അവരുടെ എത്ര ടൈം വരുന്നുണ്ട്, ടൈം ഷെഡ്യൂള് കാര്യങ്ങളൊക്കെ അത് ഡയറക്റ്റ് ചെയ്യുക കേട്ടോ. ടൈം ഷെഡ്യൂളൊക്കെ നമുക്ക് ഇപ്പൊ 6 മണിക്കൂർ ഒരു ഫസ്റ്റ് ഷിഫ്റ്റ്, അത് കഴിഞ്ഞ് സെക്കൻഡ് ഷിഫ്റ്റ്, അങ്ങനെ എത്ര ഷിഫ്റ്റ് വേണം, എത്ര സ്റ്റാഫുകൾ ഓരോ ഷിഫ്റ്റിൽ വേണം, അങ്ങനെയൊക്കെ അതുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആൻഡ് റെക്കോർഡ്സുകളും ഒക്കെ ഡയറക്റ്റ് ചെയ്യുക. ഡയറക്റ്റിംഗ് ദ ഡ്യൂട്ടി റോസ്റ്റർ ആൻഡ് റെക്കോർഡ്സ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന റെക്കോർഡുകളൊക്കെ ഡയറക്റ്റ് ചെയ്യുക. അലോട്ടിംഗ് റിസോഴ്സസ്. അപ്പൊ ഇത് വേണ്ട CSSD-യിലേക്ക് വേണ്ട റിസോഴ്സുകളൊക്കെ അനുവദിക്കുക. അലോട്ട് ചെയ്യുക എന്ന് വെച്ചാൽ അനുവദിക്കുക. അലോട്ടിംഗ് റിസോഴ്സുകൾ അനുവദിക്കുക. നെക്സ്റ്റ്, കോസ്റ്റ് കൺട്രോൾ മെഷേഴ്സ് ടു സ്ക്രൂട്ടിനൈസ്. സ്ക്രൂട്ടിനൈസ് ചെയ്യാന്ന് വെച്ചാൽ സൂക്ഷ്മ പരിശോധന നടത്തുക. സ്ക്രൂട്ടിനൈസ്, സൂക്ഷ്മ പരിശോധന നടത്തുക. Cost control measures to scrutinize and decrease the number of cycle. ഇവിടെ നോക്കിയേ, ചെലവ് നിയന്ത്രണ നടപടികള്, കോസ്റ്റ് കൺട്രോൾ മെഷേഴ്സ്, കോസ്റ്റ് കുറയ്ക്കാൻ, ചെലവ് കുറയ്ക്കാൻ വേണ്ടിയുള്ള നടപടികള് സൂക്ഷ്മമായി പരിശോധിക്കുക. ഓരോ കാര്യങ്ങളും വളരെ സൂക്ഷ്മമായി പരിശോധിച്ച് ചെലവ് കുറയ്ക്കാനുള്ള രീതികള് ഒക്കെ നടപടിക്രമങ്ങളൊക്കെ കൊണ്ടുവരിക. Cost control measures to scrutinize and decrease the number of cycle. ആ സ്റ്റെറിലൈസേഷൻ സൈക്കിളിന്റെ എണ്ണം കുറയ്ക്കുക.
decrease the number of cycle. Decrease the number of cycle. Last point, inventory management of supplies and consumables. Consumables എന്ന് വെച്ചാൽ ഉപഭോഗ വസ്തുക്കൾ. അപ്പൊ സപ്ലൈകളെ, അവിടേക്ക് വേണ്ട സപ്ലൈകളുടെയും ഉപഭോഗ വസ്തുക്കളുടെയൊക്കെ നിയന്ത്രണം വേണം. ഇൻവെന്ററി മാനേജ്മെന്റ്. ഇൻവെന്ററി മാനേജ്മെന്റ് ഓഫ് സപ്ലൈസ് ആൻഡ് കൺസ്യൂമബിൾ. സപ്ലൈകളുടെയും ഉപഭോഗ വസ്തുക്കളുടെയൊക്കെ നിയന്ത്രണം വേണം. ഇൻവെന്ററി മാനേജ് ചെയ്യുക. ഇൻവെന്ററി മാനേജ്മെന്റ് ഓഫ് സപ്ലൈസ് ആൻഡ് കൺസ്യൂമബിൾസ്. ഇത്രയും പോയിന്റ്സുകൾ ഇതിലാണ് CSSD മാനേജറിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്. എല്ലാ പോയിന്റ്സും വായിച്ചു കഴിഞ്ഞാൽ ക്ലിയർ അല്ലേ? എനിക്കൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ലേ? ഓവറോൾ സൂപ്പർവിഷൻ ഓഫ് ദ CSSD. CSSD റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. ഡിസ്പ്ലേയിങ് ദ സ്റ്റെറിലൈസേഷൻ പ്രോസസ്. സ്റ്റെറിലൈസേഷൻ എന്ന് പറയുമ്പോൾ തന്നെ CSSD ആയിട്ട് ബന്ധമുള്ളതാണ് അല്ലെ? സ്റ്റെറിലൈസേഷൻ പ്രോസസ് ഡിസ്പ്ലേ ചെയ്യുക. പിന്നെ സൂപ്പർവൈസിങ്, ഗൈഡിങ് ആൻഡ് ട്രെയിനിങ് സ്റ്റാഫ്. സ്റ്റാഫുകളെ സൂപ്പർവൈസ് ചെയ്യുക, ഗൈഡ് ചെയ്യുക, ട്രെയിനിങ് കൊടുക്കുക. ഡയറക്ടിങ് ദ ഡ്യൂട്ടി റോസ്റ്റർ ആൻഡ് റെക്കോർഡ്സ്. ജോലി സമയ പട്ടികകൾ, റെക്കോർഡൊക്കെ നിയന്ത്രിക്കുക, ഡയറക്ട് ചെയ്യുക. അലോട്ടിങ് റിസോഴ്സസ്. റിസോഴ്സുകൾ അനുവദിക്കുക. പിന്നെ അടുത്തത് നമ്മളൊക്കെ ചെലവ് നിയന്ത്രണ നടപടികൾ. കോസ്റ്റ് കൺട്രോൾ മെഷേഴ്സ് ടു സ്ക്രൂട്ടിനൈസ്. സൂക്ഷ്മമായി പരിശോധിക്കുക. സൈക്കിളിന്റെ ഡിക്രീസ് ദ നമ്പർ ഓഫ് സൈക്കിൾ. നമ്പർ ഓഫ് സൈക്കിൾ, അതിന് ആ സൈക്കിളിന്റെ നമ്പർ കുറയ്ക്കുക. ഇൻവെന്ററി മാനേജ്മെന്റ് ഓഫ് സപ്ലൈസ് ആൻഡ് കൺസ്യൂമബിൾ. ഇൻവെന്ററികളുടെയും സപ്ലൈകളുടെയും ഉപഭോഗ വസ്തുക്കളുടെയൊക്കെ ഇൻവെന്ററി, അതിന്റെ നിയന്ത്രണം വേണം. നിയന്ത്രണം വേണം എന്നുള്ള മീനിങ്. ഇൻവെന്ററി മാനേജ്മെന്റ് ഓഫ് സപ്ലൈസ് ആൻഡ് കൺസ്യൂമബിൾ. സപ്ലൈകളുടെയും നമ്മുടെ ഉപഭോഗ വസ്തുക്കളുടെയും ഒക്കെ ഇൻവെന്ററി മാനേജ് ചെയ്യുക. നിയന്ത്രണം വേണം. സപ്ലൈകളുടെയും ഉപഭോഗ വസ്തുക്കളുടെയും നിയന്ത്രണം വേണം. എന്തായാലും നിങ്ങൾക്ക് ഈ പോയിന്റ്സ് കണ്ടു കഴിഞ്ഞാൽ CSSD മാനേജറിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റി ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അല്ലെ? ക്ലിയർ അല്ലേ? പോയിന്റ്സുകൾ ചെറിയ ചെറിയ പോയിന്റ്സ് ആണ്, ഒന്ന് വായിച്ച് മനസ്സിലാക്കാം. ഇനി രണ്ട് കാര്യങ്ങൾ പറയട്ടെ. ഇനിയിപ്പോ നമ്മൾ നെക്സ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് റേഡിയോളജി ആൻഡ് ഇമേജിംഗ് സർവീസ് ആണ് കേട്ടോ. റേഡിയോളജി ചാപ്റ്റർ 21. അതാണോ എന്ന് തന്നെ നോക്കിയാൽ കേട്ടോ. എന്തായാലും ചാപ്റ്ററിന്റെ പേര് റേഡിയോളജി ആണ്. നമ്മൾ നെക്സ്റ്റ് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ. CSSD കഴിഞ്ഞു. നമ്മൾ ഇതുവരെ എത്ര ഇതെടുത്തു? നമ്മള് 4 ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ആയി. ഇൻട്രൊഡക്ഷൻ, ഹിസ്റ്ററി എടുത്തു, ബ്ലഡ് ബാങ്ക് എടുത്തു, CSSD എടുത്തു. ഓക്കെ. ഇനി നെക്സ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്ന റേഡിയോളജി ആണ്. ഇനി നെക്സ്റ്റ് ഫ്രൈഡേ അല്ലേ നമുക്ക് ക്ലാസ് വരുന്നേ? അപ്പത്തേക്കും നിങ്ങളത് പ്രിന്റ് നോട്ട് എടുത്തു. ഒരു കാര്യം. ഇനി സെക്കൻഡ് ഞാൻ പറഞ്ഞത്, അപ്പൊ ഇനിയിപ്പോ ഈ ചാപ്റ്റർ CSSDയുടെയും അതിന് മുന്നിലെടുത്ത ബ്ലഡ് ബാങ്കും 2 ചാപ്റ്റർ നിങ്ങൾ ഫ്രൈഡേ വരുമ്പോ ഒന്ന് റിവൈസ് ചെയ്തോണ്ട് വരണം. ഉണ്ടാ 2-3 ദിവസം ഉണ്ടല്ലോ. അപ്പൊ ഒന്ന് റിവൈസ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ്, ഒരു ക്ലാസ് ടെസ്റ്റ് പോലെ നമുക്ക് നോക്കാം. ഓക്കെ, കുറച്ച് ക്വസ്റ്റ്യൻസ്, ഒരു 5-6 ക്വസ്റ്റ്യൻ മതി. അത് നമുക്ക് ലാസ്റ്റ് 10 മിനിറ്റ് കിട്ടുമ്പോ നമുക്കത് 2 ചാപ്റ്ററിലും കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്തു നോക്കാം. ഓക്കെ, ഒരു 5-6 ക്വസ്റ്റ്യൻ ആയാലും മതി. ഓക്കെ, അപ്പൊ 2 ചാപ്റ്റർ നമുക്ക് ഒന്നോടെ ക്ലിയർ ആവുമല്ലോ, ഒന്നോടെ തറവാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇപ്പോ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു. അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് എഴുതാം. ഓക്കെ, CSSDയുടെ ക്വസ്റ്റ്യൻസ് എഴുതാം കേട്ടോ. ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ കുറച്ച് നിങ്ങളുടെ എപ്പോഴും ശ്രദ്ധിക്കുക. നിങ്ങളുടെ എക്സാം എന്ന് വെച്ചാൽ മെയിൻ നിങ്ങൾക്ക് ഈ തന്നേക്കുന്ന പ്രിന്റഡ് നോട്ടാണ്. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻ. പിന്നെ എക്സ്ട്രാ കുറച്ചിങ്ങനെ ചില ടേംസോ കാര്യങ്ങളോ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ നമ്മൾ ക്ലാസ്സിൽ തന്നെ നോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ പുറത്തുനിന്ന് ക്വസ്റ്റ്യൻസ്, ഇപ്പൊ ഇത്രയും എക്സാംസുകൾ വന്നേലും പുറത്തുനിന്ന് നമുക്ക് ഔട്ട് ഓഫ് സിലബസ് ആയിട്ട് അല്ലെങ്കിൽ പുറത്തുനിന്ന് വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടില്ല. ഈ നമ്മുടെ ഈ നോട്ടിനെ ബേസ് ചെയ്ത് തന്നെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആണ്. ഇതിന് തന്നെ ഇപ്പൊ ഒരു ചാപ്റ്ററിൽ തന്നെ എത്ര ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. ഓൾറെഡി നമുക്കുള്ള ക്വസ്റ്റ്യൻ ഇതിനകത്ത് തന്നെയുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളിൽ 35 ചാപ്റ്റർ ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് എങ്ങനെയായാലും ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടാകും. അതായത് അത് നിങ്ങൾ നോക്കാം, നമ്മുടെ മെയിൻ നിങ്ങളുടെ ഈ പ്രിന്റഡ് നോട്ടാണ്. അത് നിങ്ങൾ പല ആവർത്തി വായിക്കാം. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് നമ്മൾ ക്ലാസ്സിലും ഒന്ന് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ ഓരോ ചാപ്റ്റർ എടുക്കുമ്പോൾ റെഗുലർ ആയിട്ട് നിങ്ങൾ പഠിക്കുക. എല്ലാവരും എല്ലാ ടീച്ചേഴ്സിനെയൊക്കെ ഫോളോ ചെയ്ത് പോരുക കേട്ടോ.
അങ്ങനെ ലാസ്റ്റ് ആവാതിരിക്കരുത്. ഓരോ ചാപ്റ്റർ നമ്മൾ പഠിക്കുമ്പോൾ ഇപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് എഴുതി നോക്കാം. അപ്പൊ എത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയാലോ. പിന്നെ ഞാൻ ഈ കാര്യം ലാസ്റ്റ് എന്റെ ടൈം കളഞ്ഞിട്ട് ക്ലാസ്സിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് എഴുതുന്നതാണ്. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് എഴുതുന്ന ക്വസ്റ്റ്യൻസ് എല്ലാവരും ക്ലാസ്സിൽ നിന്ന് തന്നെ പഠിക്കുക. ഇനി അതിന് വേണ്ടി ഒരു എക്സ്ട്രാ സമയം നിങ്ങൾ കണ്ടെത്തേണ്ട. മാക്സിമം നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ നിന്ന് പഠിക്കാൻ പറ്റുന്നത് ക്ലാസ്സിൽ നിന്ന് തന്നെ പഠിച്ചു പോവുക. ഓക്കെ അല്ലേ? പിന്നീട് എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ അങ്ങനെ ഇരുന്ന് പഠിക്കാൻ അധികം ടൈം കിട്ടൂല. ഇരുന്ന ജോലി കാര്യങ്ങൾ മക്കളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ. അതുകൊണ്ട് മാക്സിമം നമ്മൾ ഈ നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഈ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ എഴുതുമ്പോൾ ഓരോന്ന് എഴുതുമ്പോൾ അതിന്റെ ഒപ്പം തന്നെ പഠിച്ചു പോകാം. നമുക്ക് അത്രയും ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാലോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പാൻഡ് CSSD. എല്ലാവർക്കും അറിയാം. എക്സാം ഒന്നും ആവാറായിട്ടില്ല. നമ്മളിപ്പോ 4 ചാപ്റ്റർ അല്ലേ എടുത്തിട്ടുള്ളൂ. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കുന്നേ കേട്ടോ. ഒരു ചൂടാവട്ടെ എന്ന് കരുതിയിട്ട്. ഒരു ചാപ്റ്റർ 2 ചാപ്റ്റർ കഴിയുമ്പോൾ നമുക്ക് യൂണിറ്റ് ടെസ്റ്റ് പോലെ അല്ലെങ്കിൽ നമുക്കൊരു ക്ലാസ് ടെസ്റ്റ് പോലെ ഇടാം. ഒരു 2 ചാപ്റ്ററും കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ അതൊന്നുകൂടി റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ലാസ്റ്റ് ആവാൻ നിൽക്കരുത്. ഓരോ ചാപ്റ്ററും പഠിക്കുമ്പോൾ ഫോളോ ചെയ്ത് പോരുക. നിങ്ങൾക്ക് ഫോളോ ചെയ്ത് പോരാൻ പറ്റുള്ളേ. ഒരുപാട് ഫാസ്റ്റ് ഒന്നും അല്ലല്ലോ. ക്ലാസ്സിൽ തന്നെ നിങ്ങൾ ഒരുവിധം എല്ലാവരും തന്നെ ഫോളോ ചെയ്യേണ്ടത് എനിക്കറിയാം. നിങ്ങൾ അത് റെസ്പോണ്ട് ചെയ്യുമ്പോൾ മെസ്സേജ് അയക്കുമ്പോൾ തന്നെ അറിയാം. ഓക്കെ 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 ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. എക്സ്പാൻഡ് CSSD. എല്ലാവർക്കും അറിയാം, നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു. എന്താ എക്സ്പാൻഡഡ് ഫോം CSSD? ഇവിടെ തന്നെ മെസ്സേജ് അപ്പൊ തന്നെ അയച്ചു കഴിഞ്ഞു. സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പഠിച്ചില്ലേ? എക്സ്പാൻഡഡ് ഫോം ആണ് എക്സ്പാൻഡ് CSSD. എക്സ്പാൻഡ് CSSD. ആൻസർ എഴുതിക്കോ. സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, second question എഴുതിക്കോ. Size, SIZ, size and location, size and location of CSSD, size and location of CSSD differs, DIFFERS, differs according to dash, according to dash. Size and location of CSSD differs, DIFFERS, differs according to dash. എന്തിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്ന പറഞ്ഞേ? സൈസ് ആൻഡ് ഓക്കെ, വെരി ഗുഡ് അൻവർ. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അല്ലെ? അതിന്റെ പ്രത്യേക സൈസ് അല്ലെങ്കിൽ ലൊക്കേഷൻ ഒന്നും നമ്മൾ CSSD പറയുന്നില്ല. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അനുസരിച്ച് വ്യത്യാസപ്പെടാം. ഓക്കെ, സൈസ് ആൻഡ് ലൊക്കേഷൻ ഓഫ് CSSD ഡിഫേഴ്സ് അക്കോർഡിംഗ് ടു ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. ഓക്കെ, ഒത്തിരി പേര് മെസ്സേജ് ചെയ്യണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. തേർഡ് ക്വസ്റ്റ്യൻ, the CSSD layout should be designed, DESIGNED, designed in a dash. CSSD layout, okay, very good. CSSD layout should be designed in a യൂണിഡയറക്ഷണൽ ഫ്ലോ. നമ്മൾ പറഞ്ഞ ഒറ്റ ഡയറക്ഷനിലേക്ക് മാത്രമേ പോകുള്ളൂ അല്ലെ? നമ്മൾ റിസീവ് ചെയ്യുന്ന ഏരിയ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഏരിയ വ്യത്യാസമാണ് അല്ലെ? ഒരുപാട് ദൂരെയായിരിക്കും. നമ്മൾ ഒരിക്കലും കൊടുക്കുന്ന സ്റ്റെറിലൈസ് ചെയ്യാൻ കൊടുക്കുന്ന ഏരിയ കൂടെ തിരിച്ച് സ്റ്റെറിലൈസ് ചെയ്ത് തരൂല, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യൂല. അതിന് ഓരോ സ്റ്റെപ്പുകളും കഴിഞ്ഞ് അത് ഒറ്റ ഡയറക്ഷനിലേക്കേ പോകുള്ളൂ. നമ്മൾ കൊടുക്കുന്നതിൽ കൂടെ നമുക്ക് തിരിച്ചു കിട്ടില്ല. ഓക്കെ, അതാണ് യൂണിഡയറക്ഷണൽ ഫ്ലോ എന്ന് പറയുന്നത്. The CSSD layout should be designed in a unidirectional flow. Next, fourth question. Which of the following
which of the following is a function of CSSD? Which of the following is a function of CSSD? ഫംഗ്ഷൻ ഏതാണെന്നാ ചോദിച്ചേക്കുന്നത് കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് CSSD? എഴുതിക്കോ, ഓപ്ഷൻസ് തരാം ഞാൻ. ഓപ്ഷൻ എ എഴുതിക്കോ. ടു സപ്ലൈ സ്റ്റെറിലൈസ്ഡ് മെറ്റീരിയൽസ്. ടു സപ്ലൈ സ്റ്റെറിലൈസ്ഡ് മെറ്റീരിയൽസ്. സെക്കൻഡ്, to arrange a safe environment. To arrange a safe environment for the patient and staff. To arrange a safe environment for the patient and staff. Next, option C. To avoid duplication. DUPLICATION. Duplication of expensive equipments. To avoid duplication of expensive equipments. Option D ആണ് all of the above. Question ശ്രദ്ധിച്ചേ. Which of the following is a function? ഇപ്പൊ നമ്മൾ പറഞ്ഞ 3 ഫംഗ്ഷൻ നോക്കിയേ, CSSD ഫംഗ്ഷൻസിൽ വരുന്നല്ലേ. ഏതാ ആൻസർ? ഡി ആണ്, all of the above. Okay, all of the above. Okay, very good. ഒത്തിരി പേര് അശ്വതി, അൻവർ, ആൻമേരി കുറെ പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ ഡി, all of the above. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. 5th ക്വസ്റ്റ്യൻ, 5ാമത്തെ ക്വസ്റ്റ്യൻ ആണോ? Expand SSI. Capital letters എഴുതാം കേട്ടോ. Expand SSI. Expand SSI. Surgical site infection. Okay, very good. Surgical site infection, SSI. Surgical site infection. Site infection, surgical site, SIT ആണ് കേട്ടോ. സൈറ്റ്, SITE, site infection. Next question എഴുതിക്കോ. After receiving the items, after receiving the items, comma, the items are transferred to dash area. After receiving the items are transferred for dash. ഏത് ഏരിയയിലേക്കാ? ക്ലീനിങ് ഏരിയ. Okay, very good. Cleaning area. റിസീവ് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് പോകുന്ന ക്ലീനിങ് ഏരിയയിലേക്കാണ്. ഇനി ഇവിടെ നിങ്ങൾ നോക്കി, അതിനകത്ത് ഫ്ലോയുടെ ഞാൻ പ്രത്യേകം തരുന്നില്ല, അതിന്റെ ഓർഡർ നിങ്ങളൊന്ന് നോക്കി വെക്കാം. പിന്നെ അടുത്ത് ഓർഗാനോഗ്രാം ഉണ്ട്, അത് നിങ്ങൾക്ക് അറിയാലോ, അതിന് എങ്ങനെ ക്വസ്റ്റ്യൻ വരികയെന്ന്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗാനോഗ്രാം ഈസ് കറക്റ്റ് എന്ന് പറഞ്ഞായിരിക്കും റിലേറ്റഡ് ടു CSSD, അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. ഈ ഓർഗാനോഗ്രാമിന്റെ ഓർഡർ നമുക്ക് തെറ്റിച്ചു തരാം, എന്നിട്ട് അത് കറക്റ്റ് ഓർഡറിലേക്ക് ആക്കാൻ പറയാം. അപ്പൊ അത് നിങ്ങൾ അതിന്റെ ഓർഡർ ഒന്ന് നോക്കി വെച്ചാൽ മതി, അത് ഞാൻ ഇനി തരുന്നില്ല കേട്ടോ. പിന്നെ അടുത്ത ഫങ്ഷണൽ ഏരിയ നമ്മൾ പറഞ്ഞു, 6 ഫങ്ഷണൽ ഏരിയ ഉണ്ടെന്ന് പറഞ്ഞു, അതിന്റെ ഓർഡർ കറക്റ്റ് ആയിരിക്കും. റിസീവിംഗ്, ക്ലീനിങ്, പാക്കിംഗ്, സ്റ്റെറിലൈസിംഗ്, സ്റ്റോറേജ്, ഡിസ്ട്രിബ്യൂഷൻ, അങ്ങനെ 6 ഫങ്ഷണൽ ഏരിയ. അതും നോക്കി വെച്ചോളൂ. അതിന്റെ വീണ്ടും ക്വസ്റ്റ്യൻ ഇനി തരുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. Which machine is used for cleaning surgical tools? Which machine is
used for cleaning surgical tools. Okay, very good. ഏതാണ്? Ultrasonic washer. Ultrasonic washer. Ultrasonic washer. Next question. In ultrasonic washer, next question ആണ് ട്ടോ. In ultrasonic washer machine, in ultrasonic washer machine turns TURNS, turns high frequency sound waves, WAVS, waves into dash. In ultrasonic washer machine turns high frequency sound waves into dash. എന്താക്കി മാറ്റാണ്? ഓക്കെ, വെരി ഗുഡ്. മെക്കാനിക്കൽ വൈബ്രേഷൻസ്, മെക്കാനിക്കൽ വൈബ്രേഷൻസ് ആക്കുന്നു. ആ വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? അത് ആ ഐറ്റത്തിന്റെ അടുത്ത ബബിൾസ് ഉണ്ടാവും. വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ ബബിൾസ് ഉണ്ടാവും. ആ ബബിൾസ് നമ്മൾ ആ ടൂൾസിന്റെ ഇന്റേണൽ സർഫസിൽ വന്ന് പതിക്കുമ്പോഴാണ് അവിടെ നിന്ന് വേസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ റിമൂവ് ചെയ്ത് അത് ക്ലീൻ ആവുന്നത്. ഓക്കെ, മെക്കാനിക്കൽ വൈബ്രേഷൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. Cleaned, CLEANED, cleaned and dried instruments, are packed before dash. Cleaned and dried instruments packed before dash. എന്തിനു മുന്നേ പാക്ക് ചെയ്യുന്ന പറഞ്ഞേ? Packed before. Cleaned and dried instruments are packed before sterilization. Okay, sterilization ചെയ്തതിന് മുന്നേ പാക്ക് ചെയ്യും. എന്തുകൊണ്ടാ? സ്റ്റെറിലൈസേഷൻ ചെയ്തിട്ട് പിന്നെ നമ്മൾ കൈ കൊണ്ട് പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൈകളിൽ നിന്നൊക്കെ ഉള്ള ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ആവാൻ ചാൻസ് ഉണ്ട് അല്ലെ? അതുകൊണ്ട് സ്റ്റെറിലൈസേഷൻ ചെയ്യണേക്കാളും മുന്നേ എന്ത് ചെയ്യും? പാക്ക് ചെയ്യും. പാക്ക് ചെയ്തിട്ടാണ് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ പിന്നീട് നമ്മളത് നേരിട്ട് ടച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, cleaned and dried instruments are packed before sterilization. Next question എഴുതിക്കോ. Plastic bags are used for dash sterilization. Plastic bags are okay, very good. ETO, like ethylene oxide machine, ETO sterilization. Plastic bags are used for ETO sterilization. Next question. After packing and sealing, SEALING, sealing. After packing and sealing, the instruments are transferred for dash. After packing and sealing, the instruments are transferred for sterilization. അല്ലെങ്കിൽ ഏത് ഏരിയ എന്ന് വെച്ചാൽ സ്റ്റെറിലൈസേഷൻ ഏരിയ എന്ന് എഴുതാം. അപ്പൊ അതിന്റെ ഓപ്ഷൻ നോക്കിയിട്ട് എഴുതണം കേട്ടോ. ഓപ്ഷനിൽ നമ്മൾ സ്റ്റെറിലൈസേഷനിലാണെങ്കിൽ അത് എഴുതാം, സ്റ്റെറിലൈസേഷൻ ഏരിയ എന്നാണെങ്കിൽ അതെടുത്ത് എഴുതാം. ആഫ്റ്റർ പാക്കിംഗ് ആൻഡ് സീലിംഗ് ദ ഇൻസ്ട്രുമെന്റ്സ് ആർ ട്രാൻസ്ഫേർഡ് ഫോർ സ്റ്റെറിലൈസേഷൻ. ഇനി നെക്സ്റ്റ് സ്റ്റെറിലൈസേഷൻ, ആ 3 സ്റ്റീം സ്റ്റെറിലൈസേഷനും ഉണ്ട്, കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷനും ഉണ്ട്. അതിന്റെ ആ ഡിഗ്രി ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ നോക്കിക്കോട്ടോ. ഇനി അത് ഓരോന്ന് തരുന്നില്ല. ഓട്ടോക്ലേവിന്റെ ഒക്കെ 121 ഡിഗ്രി സെന്റിഗ്രേഡിൽ 15 parts ഓഫ് പ്രഷറിൽ 20 minutes അതൊക്കെ നോക്കാം. ഫാസ്റ്റ് സ്റ്റെറിലൈസേഷനൊക്കെ നോക്കാം. അപ്പൊ അതിനകത്തുനിന്ന് 2 ക്വസ്റ്റ്യൻ എഴുതിക്കോ. Which of the following sterilization method
sterilization method is primarily used for heat responsive materials. Which of the following sterilization method is primarily used for heat responsive materials? Options: autoclave, ETBO, flask sterilizer, none of the above. ഏതാ വരുന്നത്? ഹീറ്റ് റെസ്പോൺസീവ് മെറ്റീരിയൽ സ്റ്റെറിലൈസ് ചെയ്യാൻ ETBO, പ്ലാസ്റ്റിക് ഐറ്റംസുകൾ അല്ലെ, കാർഡിയാക് കത്തീറ്റർ, പ്ലാസ്റ്റിക് ഐറ്റംസ്, എൻഡോസ്കോപ്പ്, ഇതൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ETBO ആണ്. ഇതിൽ ഓക്സൈഡ് മിഷൻ അല്ലെങ്കിൽ കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In a flask sterilizer അറിയാലോ, largely used in operation theater for emergency purpose. ഒക്കെ നോക്കുക, flask sterilizer ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ സ്റ്റോറേജ് ഏരിയയിൽ നമ്മൾ FIFO അതൊക്കെ മോക്ക് ടെസ്റ്റ് തന്നിട്ടുണ്ട് കേട്ടോ ആ ക്വസ്റ്റ്യൻ. ഇനി അതുകൊണ്ട് തരുന്നില്ല. FIFO is the principle to follow the replacement of the sterile in keeping the demand of the department. FIFO principle sterile materials റീപ്ലേസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾ FIFO. അടുത്തത് ഇനി ഇൻഡിക്കേറ്റേഴ്സിൽ നിന്ന് ക്വസ്റ്റ്യൻ എഴുതാം. Next question. Which of the following indicator is used to display recorded time, temperature, humidity, recorded time, temperature, humidity and pressure. Okay, ഇവിടെ ആൻസർ വന്നു കഴിഞ്ഞു. ക്വസ്റ്റ്യന് മുന്നേ എല്ലാവരും പഠിച്ചിട്ടുണ്ട്. Throughout the time of sterilization cycle. Throughout the time of sterilization cycle. ഏത് ഇൻഡിക്കേറ്റർ ആയിരുന്നു? മെക്കാനിക്കൽ ഇൻഡിക്കേറ്റർ അല്ലെ? മെക്കാനിക്കൽ ഇൻഡിക്കേറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി നെക്സ്റ്റ് അപ്പൊ ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ നമ്മൾ അത് നോക്കാം. ഇറ്റ്സ് ഓൾസോ നോൺ ആസ് ബയോ ഇൻഡിക്കേറ്റേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എഴുതിപ്പോ, 2 ക്വസ്റ്റ്യൻ കൂടി എഴുതിയിട്ട് നിർത്താൻ നോക്കുക. CSSD ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, അതിനകത്ത് നിന്ന് ക്വസ്റ്റ്യൻ എഴുതിപ്പോ. Which of the following distribution system does this statement belong to? Which of the following distribution system does this statement belong to? ഈ സ്റ്റേറ്റ്മെന്റ് ഏത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലാണ് വരുന്നത്? എഴുതിക്കോ. Articles needed are demanded by users
on a daily or regular basis, on a daily or regular basis, and gathered by them at a CSSD counter. And gathered by them at a CSSD counter. ഏത് സിസ്റ്റം ആണ്? ഡിമാൻഡ് അനുസരിച്ച് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം നമുക്ക് റിക്വസിഷൻ സിസ്റ്റം ആണ്. ഓക്കെ, വെരി ഗുഡ്. റിക്വസിഷൻ സിസ്റ്റം. അപ്പൊ അതുപോലെ ബാക്കിയുള്ളതും അതിന്റെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. Which of the following is not, which of the following is not the job responsibilities, which of the following is not the job responsibilities of a CSSD manager? Which of the following is not the job responsibilities of a CSSD manager? Job responsibility അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. Following is not the job responsibility of a CSSD manager. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിച്ചിട്ട് എഴുതാം. ഇൻക്ലൂഡ് ചെയ്തതാണോ, ഇൻക്ലൂഡ് ചെയ്യാത്തതാണോ, റെസ്പോൺസിബിലിറ്റിയിൽ ഉൾപ്പെടുന്നതാണോ, ഉൾപ്പെടാത്തതാണോ എന്നൊക്കെ ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയിട്ട് എഴുതാം. ഓപ്ഷൻസ് എഴുതിക്കോ വേഗം. അലോട്ടിംഗ് റിസോഴ്സസ്. ഓപ്ഷൻ എ അലോട്ടിംഗ് റിസോഴ്സസ്. ഓപ്ഷൻ ബി എഴുതാം ഡിസ്പ്ലേയിങ് the sterilization process. Displaying the sterilization process. Option C receiving, 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 labeling, LABELLING, labeling, and safely, safely storing samples, STORING, storing samples. Receiving, labeling, and safely storing samples. Option D. Overall supervision of the CSSD. ഏതാണ് ആൻസർ കറക്റ്റ് വരുന്നത്? ഓക്കെ, സി അല്ലേ ആൻസർ കറക്റ്റ്. നോക്കിയേ, allotting resource, overall supervision of the CSSD, displaying the sterilization process. ഇതൊക്കെ ഈ ജോബ് റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്. വരാത്തത് ഏതാ? റിസീവിംഗ്, ലേബലിംഗ് ആൻഡ് സേഫ്ലി സ്റ്റോറിംഗ് സാമ്പിൾസ്. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ, എല്ലാവരും അവിടെ തന്നെ ഇല്ലേ? ഞാനൊരു 5 മിനിറ്റ് ആയി അൺമ്യൂട്ട് ചെയ്തിട്ട്. ക്വസ്റ്റ്യൻ എഴുതുന്നതുകൊണ്ട് ആരും ഒന്നും സംസാരിച്ചില്ല. ഇങ്ങനെയുള്ളതുകൊണ്ട് നിങ്ങൾ അവിടെ തന്നെ ഇല്ലേന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ല. ഓക്കെ, ഫോണാക്കി വെച്ചിട്ട് വേറെ വല്ല വഴിക്കൊക്കെ പോയോ? ഉറങ്ങിപ്പോയോ? ഉച്ച കഴിഞ്ഞുകൊണ്ട് ഉറങ്ങിപ്പോയോന്ന്? ഭക്ഷണമൊക്കെ കഴിച്ച ശീലത്തില് ക്ലാസ്സിലില്ലേ? ഓക്കെ, അപ്പൊ എങ്ങനെയാ പോണു ക്ലാസ് ഒക്കെ? ഓക്കെ അല്ലേ? എല്ലാവരും പഠിച്ചു പോണില്ലേ? റെഗുലർ ആയിട്ട് എല്ലാ ക്ലാസ്സുകളൊക്കെ കറക്റ്റ് ആയിട്ട് കാണുക കേട്ടോ. ക്ലാസ് ഒക്കെ കറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുക. അഥവാ കാണാൻ പറ്റിയില്ല റെക്കോർഡ് ക്ലാസ് കേൾക്കുക. എല്ലാം ഫോളോ ചെയ്ത് തന്നെ പോവുക. കുറച്ചല്ലേ നമ്മൾ എടുക്കുന്നുള്ളൂ, 2 മണിക്കൂറുള്ളൂ. നമ്മൾ എന്തായാലും 2 മണിക്കൂർ ഇരിക്കുമ്പോൾ ആ കറക്റ്റ് ആ ടൈം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ആ ക്ലാസ്സിൽ തന്നെ പറയുമ്പോൾ തന്നെ ഒരുവിധം കാര്യങ്ങൾ മനസ്സിലാക്കാം.
ക്വസ്റ്റ്യൻസ് എഴുതുമ്പോഴൊക്കെ ആണെങ്കിലും അതിനോടൊപ്പം തന്നെ പഠിച്ചു പോവുക. അപ്പൊ നിങ്ങൾക്ക് എക്സാം ഒക്കെ വരുമ്പോഴത്തേക്കും നല്ല എളുപ്പമായിരിക്കും കേട്ടോ. അപ്പൊ വെള്ളിയാഴ്ചത്തെ കാര്യം മറക്കണ്ട. വെള്ളിയാഴ്ച നമ്മൾക്ക് 2 ചാപ്റ്റർ CSST ബ്ലഡ് ബാങ്കും ഒന്ന് റിവൈസ് ചെയ്തുകൊണ്ട് വരണം. പിന്നെ നെക്സ്റ്റ് റേഡിയോളജി ആണ് എടുക്കുന്നത്. അപ്പൊ റേഡിയോളജിന്റെ പ്രിന്റും എടുത്ത് വെച്ചേക്കാം. ഓക്കെ ഓക്കെ ആരും ഹാപ്പി അല്ലേ? റിവൈസ് ചെയ്യാൻ പറഞ്ഞോണ്ടാണോ? ഒന്ന് റിവൈസ് ചെയ്തിട്ട് വേണം നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ എഴുതി നോക്കാം. നമുക്കറിയാലോ സെൽഫായിട്ട് നമുക്ക് എത്രത്തോളം നമുക്ക് പഠിക്കാൻ പറ്റി, എത്ര ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നൊക്കെ അറിയാലോ. ഓക്കെ, ക്ലാസ് എന്നാ വൈൻഡ് അപ്പ് ചെയ്തോട്ടെ. ഇപ്പോ മഴയൊന്നുമില്ലല്ലോ നിങ്ങൾക്ക് അവിടെ? മഴയുണ്ട് മാം. മഴയുണ്ടോ നിങ്ങൾക്ക്? മഴയൊന്നുമില്ല, വലിയ ഇല്ല, നല്ല വെയിലാണ്. മഴയുണ്ട് വയനാട്ടിലാ. വയനാട്ടിലെ മഴയുണ്ട് അല്ലേ? എന്നാ എല്ലാവരും പോയി വൈകുന്നേരത്തെ ചായ കുടിക്കാറായില്ലേ? ഓക്കെ ബൈ, പോയി ചായ കുടിക്കട്ടോ. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ, താങ്ക് യു മിസ്. ഫ്രണ്ട്സ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് പറയൂ.